Good afternoon, ma'am. Good afternoon, all. Good afternoon. Good afternoon, ma'am. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുത്തു. പിന്നെ നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലെയും അതുപോലെ തന്നെ ഇതിക്ക് മുന്നെടുത്ത ലബോറട്ടറി സർവീസിലെയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് ജസ്റ്റ് ഇന്ന് നോക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ്. ഇനിയിപ്പോ ഒരു ശരണ്യ മിസ്സിന്റെ ഒരു കുറച്ച് പോർഷൻസ് ടെർമിനോളജിയിലെ കുറച്ച് പോർഷൻ മാത്രമല്ലേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ, ആണോ? അല്ലേ? ഇവിടെ ഇല്ലേ ആരും? അതെ അതെ. ഓക്കെ, അപ്പോ ഇനി എനിക്ക് തോന്നുന്നത് നാളെ അല്ലേ ഇനി ശരണ്യ മിസ്സിന്റെ ക്ലാസ് വരുന്നത്? അതെ. ഓക്കെ, അപ്പൊ നാളെ ഇനിയിപ്പോ റൂട്ട് വേർഡ്സ് ആണോ? അബ്രിവേഷൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? അബ്രിവേഷൻ കഴിഞ്ഞു മേഡം. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി റൂട്ട് വേർഡ്സ് ആണ് കുറച്ച് എനിക്ക് തോന്നുന്നു ബാലൻസ് ഉള്ളത് അല്ലേ? അപ്പൊ അത് ഇനി നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി കഴിയും. ദെൻ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഇൻഫർമേഷൻ എന്തെങ്കിലും തന്നായിരുന്നോ? സ്റ്റഡി ലീവും എക്സാമിന്റെ കാര്യം തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ തരും. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റഡി ലീവ് ഉണ്ടാവും. ദെൻ എക്സാം ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിന്റെ എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മേഡം ഓണത്തിന് മുമ്പായിരിക്കും എക്സാം, അത് ഓണം കഴിഞ്ഞായിരിക്കുമോ? എന്തായാലും മിക്കവാറും ഓണത്തിന് മുന്നായിട്ട് തന്നെ ആയിരിക്കും. കാരണം അതാണല്ലോ നല്ലത് അല്ലെ? കാരണം ഓണം കഴിഞ്ഞ് വെക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് കുറെ ടൈം കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല അല്ലെ? അല്ലെങ്കിൽ പിന്നെ ഓണത്തിന്റെ തിരക്ക് എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ നാട്ടിൽ പോകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ? അപ്പോ അതിൽ നല്ലത് ഓണത്തിന് മുന്നേ തന്നെ എക്സാം ഇടുന്നതല്ലേ ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികളുടെ എക്സാം ഒക്കെ ഉണ്ടാകും, അതറിയാം. പക്ഷെ കുഴപ്പമില്ല, അതനുസരിച്ച് നമ്മളും പഠിക്കാം. ഓണം കഴിഞ്ഞിട്ട് മതി മേഡം. നമുക്കറിയില്ല, നമ്മളെല്ലാം തീരുമാനിക്കുന്നത് എക്സാം ബോർഡിന്റെ തീരുമാനമാണ്. ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും എന്നാണെന്നുള്ള ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ തരും കേട്ടോ, എക്സാമിന്റെ ഡേറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് പെട്ടെന്ന് എടുത്തുകൊണ്ട് കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്ത് പോയതെന്ന് അറിയാം. എങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എ ആൻഡ് ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആണ്. ദെൻ അത് ഓപ്പൺ 24 hours ആണ്, ഓപ്പണിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി ആൻഡ് ഇ ഡി, ദെൻ ഇ ആർ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം എന്നീ പേരുകളിൽ ഈ ഒരു നമ്മള് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നു. ദെൻ നമ്മള് നെക്സ്റ്റ് നോക്കിയത് ലൊക്കേഷൻസിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ശേഷം ഫങ്ഷണൽ ഏരിയ, അതായത്
മേജർ സ്പേസ് ഫോർ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ്. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഫങ്ഷണൽ ഏരിയയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ തന്നിട്ട് ചോദിക്കാം ഇത് ഏത് ഏരിയയിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഫങ്ഷണൽ ഏരിയയിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം, മറ്റു അതർ ഏരിയയിൽ വരുന്ന പോയിന്റ്സ്. ദെൻ പേഷ്യന്റ് ഫ്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ഡിസ്ചാർജ്. ചിലപ്പോൾ അത് ഓർഡർ തെറ്റിച്ച് തരാം, അത് റീഅറേഞ്ച് ചെയ്യാൻ തരാം, ഏത് രീതിയിലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ട്രയേജ്, റിസപ്ഷൻ. ഇപ്പൊ അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു TRTRD എന്നുള്ളൊരു കോഡ് ഇട്ട് പഠിക്കാൻ. കാരണം നമ്മൾ ഒരുപാട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ TRTRD എന്നൊന്ന് പഠിക്കാം. ഫസ്റ്റ് ടി എന്ന് പറഞ്ഞത് ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ. ഡി എന്ന് പറഞ്ഞത് നമുക്കറിയാം ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആണ് അത്. പിന്നെ ട്രയേജില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സോർട്ട് ചെയ്യുക. ഓക്കെ, സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ബാക്കി TRTRD. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എന്തൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ഫോഴ്സ് ഉൾപ്പെടുന്നത്? അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു RN നോക്കണം. EMT എന്താണ്? EMT എക്സ്പാൻഷൻ ഫോം ഓഫ് EMT എന്തായിരുന്നു? അവർക്ക് ഓർമ്മയില്ല, ക്ലാസ് എടുത്ത് കഴിഞ്ഞത് നിങ്ങൾ അപ്പൊ തന്നെ മറന്നുപോയോ? EMT എന്തായിരുന്നു? EMT ഫുൾ ഫോം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ദെൻ RN രജിസ്ട്രേഡ് നഴ്സ്. അപ്പൊ അത് രണ്ടും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റെക്കോർഡ്സുകൾ, ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡ്സുകളാണ് നമ്മൾ മീൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്നതെന്ന്? പേഷ്യൻസ് റെക്കോർഡ്, കാഷ്വാലിറ്റി, ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ, attendance register of all categories of staff, register of duty doctors, then specialized etc. documents, admission card, cake sheet, drug chart, death certificates, then MLC records, then CMO casualty. MLC means എന്തായിരുന്നു? RTO medical legal case. RT അല്ല, RN അല്ലേ നമ്മൾ പറഞ്ഞത്? രജിസ്ട്രേഡ് നേഴ്സ് കേട്ടോ, RN രജിസ്ട്രേഡ് നേഴ്സ്. ദെൻ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എൻഷുർ ചെയ്തു തരേണ്ട കാര്യങ്ങൾ. ഇതിൽ ED ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് വായിക്കുക. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. ദെൻ നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുക്കുക, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, പെൻ എടുക്കുക. ഓക്കെ, ദെൻ നമ്മളിപ്പോ ലാസ്റ്റ് എഴുതിയേക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെയല്ലേ? ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയല്ലേ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഹെഡിങ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ റിവിഷൻ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോയതാണ്. അപ്പോ റിവിഷൻ ഒന്ന് ഹെഡിങ് മീൻസ് ജസ്റ്റ് ബ്രാക്കറ്റിൽ ഒന്ന് കൊടുത്തേക്ക്. നമുക്ക് ഫസ്റ്റ്ലി ആദ്യം ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഫുൾ ഫോമുകൾ മാത്രം ഒന്ന് എടുത്തെഴുതാം. എന്നിട്ട് അതൊരു ബോക്സിലാക്കി ഒന്ന് ബോക്സ് പോലെ ഒന്ന് വരച്ചിടാം. ഓക്കെ, പറഞ്ഞോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോ എല്ലാവരും, ബുക്കും പേനയൊക്കെ എടുത്തോ? ഓക്കെ, A and E എഴുതിക്കോളൂ. A and E ഹൈഫൻ ഇട, ആക്സിഡന്റ് ആൻഡ് എമർജൻസി. A and E ഹൈഫൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി. സെക്കൻഡ് എഴുതിക്കോളൂ. ED ഹൈഫൻ ഇട, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. Then
Third one, ER, emergency room. ER, emergency room. Emergency room. Next എഴുതിക്കോളൂ RN. RN. Registered nurse. Registered nurse. Registered nurse. Then EMT. 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 Emergency medical technician. Emergency medical technician. Then OT. OT. Operation theater. CMO. CMO. എന്താണ് CMO full form? Chief Medical Officer. Next one, MLC. MLC. MLC അറിയാലോ, എഴുതിക്കോളൂ. മെഡിക്കോ ലീഗൽ കേസ്. ED നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ. Then SOP. SOP. Standard operating procedure. Standard operating procedure. Standard operating procedure. Standard operating procedure. ഓക്കെ, ഇത്രയും ഭാഗം, ഇത്രയും നമ്മൾ എഴുതിയത് ഒരു ടേബിൾ, ഒരു ബോക്സിലോട്ട് നോക്കിക്കോളൂ കേട്ടോ. ഒരു ബോക്സ് വരക്കാം. ജസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് പോലെ ഒന്ന് വരക്കാം. ബോക്സിനുള്ളിടാ കേട്ടോ. ഡാം വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഡാം എഴുതിക്കോളൂ. നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, മുന്നേ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡാം എഴുതിക്കോളൂ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ, ഡാമ. RTA എന്തായിരുന്നു? RTA ഓർമ്മയുണ്ടോ പറഞ്ഞത്? RTA ആർക്കും അറിയില്ലേ? ഓർമ്മയില്ല? പറഞ്ഞേ, എന്തായിരുന്നു RTA? റോഡ് മാത്രം അറിയാം. റോഡ് ട്രാഫിക് ആക്സിഡൻസ്. ഡാമ എന്ന് വെച്ചാല് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Then RTA, road traffic accidents. നമ്മള് ലാമ പഠിച്ചിട്ടുണ്ട്, ലിവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സെയിം തന്നെയാ. ഡി എന്ന് പറയുമ്പോ അവിടെ ഡിസ്ചാർജ് ആയെന്നുള്ളൂ. അതുപോലെ AMA എന്ന് പറഞ്ഞാല്
against medical advice. കേട്ടോ, അപ്പൊ അതിനുള്ളിൽ തന്നെ അത്രയും ഉണ്ട്, ലാമ, AMA, ഡാമ. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആക്സിഡന്റ് ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതാ, അതിന്റെ ആൻസർ നിങ്ങൾ എഴുതണ്ട. ആൻസർ EMT എന്ന് വെച്ചാൽ എന്താണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എഴുതുക, ആൻസർ വിടാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി പോണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ എന്ത് ചെയ്യാ, ആ ക്വസ്റ്റ്യൻസ് എഴുതാം. ആൻസർ ഇപ്പൊ എഴുതണ്ട, ആൻസർ നമുക്ക് ലാസ്റ്റ് എഴുതാം. ആൻസറിനുള്ള ഒരു ചെറിയൊരു സ്പേസ് വിട്ടേക്കും. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ശ്രദ്ധിച്ച് കേൾക്കണേ, സ്ലോലി പറയാം, റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് that sort എന്ന് കേൾക്കുമ്പോ അപ്പൊ തന്നെ എന്താണെന്നുള്ളത് മൈൻഡിലോട്ട് വന്നോട്ടോ. സോർട്ട് എന്ന് കേൾക്കുമ്പോ തന്നെ ഏതാണ് മൈൻഡിലോട്ട് വരണേന്ന് എല്ലാവരുടെയും വന്നോ? പറയണ്ട, വന്നോ? സോർട്ട്. ഓക്കെ, it is a process that sort the patients for it is a process that sort the patients for providing optimum care with their medical need. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും? ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഇനി എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എഴുതുക. ഇറ്റ് ഈസ് എ പ്രോസസ് that sort the patient for providing optimum care with their medical need. ആൻസർ ഇപ്പൊ എഴുതണ്ട, സ്പേസ് വിട്ടോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. In which stage patient get written instruction to follow up care or home cares. ആൻസർ എന്താണെന്ന് മനസ്സിൽ ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ആലോചിച്ചു എല്ലാവരും? കിട്ടിയോ? ആലോചിച്ചിട്ട് കിട്ടിയോ? ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും ഉറങ്ങിയാണോ ഉച്ചക്ക്? ആണോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? എഴുതി കഴിഞ്ഞു എല്ലാവരുടെയും? റിപ്പീറ്റ് ചെയ്യണോ ഇനി? ഓക്കെ, ആൻസറിന് റിപ്പീറ്റ് ചെയ്യണം എന്നാണോ? ഓക്കെ,
ഒരു വട്ടം കൂടി ഒന്ന് വായിക്കാം. ഇൻ വിച്ച് സ്റ്റേജ് പേഷ്യന്റ് ഗെറ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ടു ഫോളോ അപ്പ് കെയർ ഓർ ഹോം കെയേഴ്സ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in which record write down in which record write down the minor operation details. OT minor operation details. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. In which record write down the minor operation details. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, who keep the record of MLC. Who keep the record of MLC? Who keep the record of MLC? Next question is the what kind of details are what kind of details are recorded in police intimation record. Repeat here. What kind of details are recorded in police intimation record? Next question എഴുതിക്കോളൂ. Who should ensure that MLC cases are registered? Who should ensure that MLC cases are registered? സിക്സ് ക്വസ്റ്റ്യൻ ആയില്ലേ ഇപ്പോഴും നമ്മൾ എഴുതിയത്? 6 അല്ലേ എഴുതിയത്? ആണോ? ഓക്കെ, ഇനി എഴുതിയ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. അറിയാവുന്ന പോലെ ആൻസർ ഒന്ന് എഴുതാം. ഇനി ആൻസർ അറിയാൻ പാടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഒരിക്കലും PDF കയ്യിലുണ്ട്, അത് നോക്കി എഴുതണ്ട. സ്വന്തമായിട്ടൊന്ന് എഴുതാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആൻസർ വായിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? പറയാം. Who should ensure that MLC case are registered? MLC കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? PDF ആരും നോക്കണ്ട, തനിയെ എഴുതാൻ പറ്റുമെങ്കിൽ ആൻസർ ഒന്ന് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് എഴുതാം കേട്ടോ. 5 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അറിയാൻ പാടില്ലെങ്കിൽ വേണ്ട, എഴുതണ്ട, വിട്ടേക്കൂ. നമ്മൾ പറയുമ്പോ എഴുതിയാൽ മതി. ഓക്കെ, പറ്റുന്ന പോലെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് ടോട്ടലി അത് ഡിസ്കസ് ചെയ്ത് എഴുതാം. ഈ എഴുതുന്നതിന്റെ ഒപ്പം ആ ക്വസ്റ്റ്യൻ, അത്രയും ക്വസ്റ്റ്യൻ ഒന്ന് പഠിക്കാൻ ഇവിടെ ഒന്ന് ശ്രമിക്കണേ.
മനസ്സിൽ തറവായിട്ട് അങ്ങോട്ട് തറപ്പിക്കുക. ആൻസർ എഴുതുമ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ് അതിന്റെ ആൻസർ എന്ത് ചെയ്യാ, തറപ്പിച്ചൊന്ന് എഴുതാം. എഴുതി നോക്കിക്കോളൂ. 5 മിനിറ്റ് സമയം തരാം. വായിക്കാം ഓരോ ക്വസ്റ്റ്യനും, അതനുസരിച്ചിട്ട് ഒന്ന് എഴുതി നോക്കിക്കോളൂ. Second question, in which stage patient get written instruction to follow up care or home care? എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു നോക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എല്ലാരും ആൻസർ ചെയ്യണം കേട്ടോ. അറിയാവുന്ന പോലെ ആൻസർ ചെയ്യാം കേട്ടോ. വായിച്ചു നോക്കാം. എഴുതി നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, തെറ്റണമെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ. അറിയാവുന്നത് പോലെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് തന്നെ സ്വയം എഴുതാൻ പറയുന്നത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യന്റെ ഒപ്പം തന്നെ ആൻസർ പറഞ്ഞു പോകാം. പക്ഷെ വേണ്ട, നമ്മുടെ മൈൻഡിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതുന്ന ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. ഇല്ലേ? നമ്മൾ പ്രൊജക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കോപ്പി ചെയ്ത് എഴുതുമ്പോൾ അത് നമ്മളുടെ മൈൻഡിൽ അത് ഒരിക്കലും നിലനിൽക്കില്ല. നമ്മൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മറ്റൊരു ബുക്കിൽ നോക്കിയോ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും ഓർമ്മയിൽ ഉണ്ടാവും. ഇല്ലേ? സത്യമാണോ? ആണോ? യെസ് അല്ലെ? അതുപോലെ നിങ്ങൾ കണ്ടെത്തി ഒന്ന് എഴുതി നോക്കിയേ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എനിക്കറിയാം PDF ഉണ്ട്, ആൻസർ നിങ്ങൾക്ക് നോക്കി എഴുതാം. പക്ഷെ നമുക്ക് നോക്കണ്ട, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ എഴുതാൻ പറ്റുന്ന പോലെ എഴുതിയാൽ മതി. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ ഇനി എഴുതാൻ പറ്റാത്തവർക്ക് നമുക്ക് എഴുതാം. ഓക്കെ, ഏകദേശം കഴിയാറായോ? എല്ലാവരും എഴുതിയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓൾമോസ്റ്റ്. ഇനി ആരെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ക്വസ്റ്റ്യനും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ആൻസർ പറയുമ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് സോർട്ട് ദ പേഷ്യന്റ് ഫോർ പ്രൊവൈഡിങ് ഒപ്റ്റിമം കെയർ വിത്ത് ദെയർ മെഡിക്കൽ നീഡ്. എന്തായിരുന്നു ആൻസർ? ഞാൻ പറഞ്ഞു, സോർട്ട് എന്നുള്ളത് കേൾക്കുമ്പോ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരേണ്ട കാര്യം? ട്രയേജ് അല്ലെ? ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവർക്കും തന്നെ എഴുതി തോന്നണം. സോർട്ട് എന്നുള്ള കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിൽ വിചാരിക്കാം ട്രയേജ്. ഓക്കെ, ഇനി ഒരിക്കലും മറക്കരുത്, സോർട്ട് എന്ന് വെച്ചാൽ ട്രയേജ് ആണത്. ഓക്കെ, ഇനി ആൻസർ എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ ട്രയേജ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ട്രയേജ്. അതിന് ഒരിക്കലും മറക്കില്ലല്ലോ ആരും. ട്രയേജ് എന്ന് വെച്ചാൽ സോർട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, എഴുതി. ഓക്കെ, ബിനോയ് എഴുതി. ഒരുവിധം എല്ലാവരും എഴുതി കാണും അല്ലെ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. In which stage patient get written instruction to follow up cares or home cares? ഏത് സ്റ്റേജിലാണ്, എപ്പോഴാണ് പേഷ്യൻസിന് ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷനും അത് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് കെയേഴ്സും
നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുള്ള ഹോം കെയേഴ്സും കൊടുക്കുന്നത് ഏത് സ്റ്റേജിലാണ്? മീൻസ് പേഷ്യന്റ് ഫ്ലോയിൽ ഏത് സ്റ്റേജിലാണെന്ന്. ഡിസ്ചാർജ് അല്ലെ? ഒരുവിധം എല്ലാവരും തന്നെ എഴുതി കാണും. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ആൻസർ ഡിസ്ചാർജ് എന്ന് എഴുതിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് റെക്കോർഡ് റൈറ്റ് ഡൗൺ ഇൻ ദ മൈനർ ഓപ്പറേഷൻ ഡീറ്റെയിൽസ്. മൈനർ ഓപ്പറേഷൻസിന്റെ ഡീറ്റെയിൽസ് ഏത് റെക്കോർഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, റൈറ്റ് എഴുതുന്നത്? എവിടെയാണ് മൈനർ ഓപ്പറേഷന്റെ? മൈനർ OT റെക്കോർഡ്സ്. ആൻസർ മൈനർ OT റെക്കോർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who keep the record of MLC? MLC റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത് ആരാണ്? MLC. ആൻസർ എന്തായിരുന്നു? CMO. ആൻസർ CMO. MLC കീപ്പ് ചെയ്യുന്നത് ആരാണെന്നാണ് ടോബിനോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. MLC റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂന്ന് പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാറിപ്പോകരുത്. നമ്മൾ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓർക്കും. ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം പോയിട്ട് അതങ്ങോട്ട് മീൻസ് ഇതാണ് എന്ന് നമുക്ക് മൈൻഡിൽ തോന്നിയേക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് 2 വട്ടമെങ്കിലും വായിച്ചിട്ട് മാത്രം ഓപ്ഷനിലേക്ക് പോയാൽ മതി കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ അതങ്ങോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് പോകും കേട്ടോ. അപ്പൊ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വേണം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന്റെ ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. വാട്ട് കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ഇൻ പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ്? ആൻസർ MLC. ഇനി ബിനോയ് അതാണോ MLC ആൻസർ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യന്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് MLC ആണ് ആൻസർ. പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ് MLC ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഷുഡ് എൻഷുർ ദാറ്റ് അയ്യോ മാറിപ്പോയി അല്ലെ? ശരിയാണ്, മാറിപ്പോകും. കാരണം ഇതാണ്, നമ്മൾക്ക് ഒരു ഇതുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യന്റെ എവിടെയെങ്കിലും ഒരു തുമ്പും വാലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതാണോ അപ്പൊ തന്നെ ഓപ്ഷനിൽ അങ്ങനെ കുത്തി. പക്ഷെ അങ്ങനെയല്ല, 2 വട്ടമെങ്കിലും എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ വായിക്കണം. കണ്ടോ, ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ മാറിപ്പോയി. എക്സാമിന്റെ ടൈമില് ഇങ്ങനെ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മളുടെ മാർക്കാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 2 വട്ടമെങ്കിലും വായിക്കാം കേട്ടോ. എന്നിട്ട് ഓപ്ഷനിലേക്ക് പോയാൽ മാത്രം മതി. ഓക്കെ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ ഇതെനിക്ക് അറിയാന്നുള്ളൊരു ഇതിൽ ചാടി കയറി ചെയ്യരുത്. 2 പ്രാവശ്യം വായിച്ചു നോക്കാം. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഷുഡ് എൻഷുർ ദാറ്റ് MLC കേസസ് ആർ രജിസ്ട്രേഡ്? ആരാണ്? എമർജൻസി റൂം ക്ലർക്ക്. ഓക്കെ. പിന്നെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിനോട് മാത്രമല്ല എല്ലാവരോടും കൂടി പറഞ്ഞതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മളൊരു 2 പ്രാവശ്യം വായിക്കണം. നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നോക്കാൻ ഓപ്ഷനിലേക്ക് നോക്കാം. ശരിയായിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇപ്പൊ ഈ ഒരു 6 ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻ പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ അത് പഠിച്ചു. ഇതിക്ക് മുന്നേ നമ്മൾ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു. ഈ ലാസ്റ്റ് വന്നപ്പോ 2 ചാപ്റ്റർ കുറച്ച് ഓടിച്ച് ഇത്തിരി സ്പീഡിലൊക്കെയാണ് നമ്മൾ എടുത്തത്. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കുഴപ്പമില്ലാത്ത വലിയ നമുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചിത്തിരി സ്പീഡപ്പിൽ പോയത് കേട്ടോ. അതിപ്പോ അതിൻ്റെതാണ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലബോറട്ടറി സർവീസില് നമ്മൾ ഈ ഒരു ചാപ്റ്ററില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോ ഇതില് നമ്മളെ ഫസ്റ്റ് സെക്ഷനില് മെയിൻ ആയിട്ട് നമ്മൾ നോക്കി ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ സ്റ്റഡീസിനെ കുറിച്ച് അല്ലെ. അപ്പോ അത് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എഴുതിയിട്ടുണ്ടോ? നമ്മള് ഹെമറ്റോളജി സ്റ്റഡി ഓഫ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ അത് നല്ല പോലെ പഠിക്കുക. അത് ഏതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും 1ഓ 2ഓ ചോദിക്കാം. കാരണം അത്രയും നമുക്ക് സ്റ്റഡീസിനെ കുറിച്ച് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോ ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, അങ്ങനെയുള്ള ബാക്ടീരിയോളജി, വൈറോളജി എന്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണെന്നോ അല്ലെങ്കിൽ നേരെയും ചോദിക്കാം. ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് മറിച്ചൊക്കെ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ സ്റ്റഡീസ് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ദെൻ ലബോറട്ടറി ഹയറാർക്കി പൊസിഷനില്
ജസ്റ്റ് നിങ്ങൾ ആ പൊസിഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ലബോറട്ടറി ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ദെൻ ഫ്ലിബോട്ടോമിസ്റ്റ്. ആ ഒരു ഇതൊന്ന് പഠിക്കുക. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡയറക്ടർ ആണ്, ദെൻ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്, ദെൻ ജനറൽ സൂപ്പർവൈസർ, ദെൻ MLT, ദെൻ PBT. ഓക്കെ, ആ ഒരു പൊസിഷൻ മാത്രം ഒന്ന് പഠിക്കുക. ഇനി ഫുൾ ആയിട്ട് ടേബിൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു റെസ്പോൺസിബിലിറ്റീസും ആളുടെ പൊസിഷനും. എഡ്യൂക്കേഷൻ ട്രെയിനിങ് നമുക്ക് വേണ്ട, കുഴപ്പമില്ലാതെ പഠിക്കേണ്ട. ലബോറട്ടറി ഡയറക്ടറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അത് രണ്ടും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇനി റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെങ്കിലും പഠിച്ചു വെക്കാം. ആ പൊസിഷൻ ഓർഡർ ആയിട്ട് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡയറക്ടർ ആണ്, നമുക്കറിയാലോ. ടോപ്പിൽ ഡയറക്ടർ, ദെൻ അതിന്റെ താഴെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥര് ആരൊക്കെയാണെന്ന്. ഓക്കെ, ദെൻ നമ്മൾ ഡിസൈൻസ് എങ്ങനെയൊക്കെയാണ് ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കി. ദെൻ ലെവൽസ് ഓഫ് ലബോറട്ടറി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചെറിയൊരു ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ അടുത്തതായിട്ട് ലബോറട്ടറി സർവീസ് ഹെഡിങ് കൊടുത്തേ. ലബോറട്ടറി സർവീസ്, ലബോറട്ടറി എന്നല്ലേ ലബോറട്ടറി ചാപ്റ്ററിന്റെ പേര്. ലബോറട്ടറി സർവീസ് എന്നൊന്ന് ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് കൊടുത്ത് എല്ലാവരും ലബോറട്ടറി സർവീസ്. ഓക്കെ, എന്നിട്ട് എഴുതിക്കോളൂ. സ്മോൾ സൈസ്ഡ്, ആദ്യം ഏതാ? സ്മോൾ സൈസ്ഡ്. സോറി, ലെവൽസ് ഓഫ് ലബോറട്ടറി എന്ന് ഹെഡിങ് കൊടുക്കണം കേട്ടോ, ചെറുതായിട്ട്. ലെവൽസ് ഓഫ് ലബോറട്ടറി എന്ന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തോ? ലെവൽസ് ഓഫ് ലബോറട്ടറി. ഓക്കെ, ദെൻ അതിന്റെ താഴെ എഴുതിക്കോളൂ സ്മോൾ സൈസ്ഡ് എന്ന് എഴുതാം. ആദ്യം സ്മോൾ സൈസ്ഡ്. സ്മോൾ സൈസ്ഡ് എന്ന് എഴുതിക്കൊണ്ട് ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം. ഒരു കുഞ്ഞു ഹൈഫൻ ഇട്ടിട്ട് 100 എന്ന് എഴുതിക്കോളൂ. 100 പേഷ്യൻസ്, 100 എന്ന് എഴുതിയാലും മതി. പേഷ്യൻസ് ആണെന്ന് നമുക്കറിയാലോ, 100. ദെൻ അതിന്റെ താഴെയായിട്ട് മീഡിയം സൈസ്ഡ് എന്ന് എഴുതാം. മീഡിയം സൈസ്ഡ്. മീഡിയം സൈസ് ഹൈഫൻ ഇട്ടിട്ട് 101 to 400, 101 to 400, 400 എന്ന് എഴുതിക്കോളൂ. ജസ്റ്റ് എണ്ണം മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ലാർജ് സൈസ്ഡ്. ലാർജ് സൈസ്ഡ്. ലാർജ് സൈസ്ഡ് ഹൈഫൻ ഇട്ടിട്ട് 401 and 1000 എന്ന് എഴുതാം. അതിന് താഴെ വെരി ലാർജ് സൈസ് ഇടുന്നിട്ടുണ്ട്, ഹൈഫൻ ഇട്ടിട്ട് മോർ ദാൻ 1000. ഓക്കെ, ഇത്രയും ഒരു ബോക്സിലോട്ടൊന്ന് വരച്ചിട്ടുള്ളൂ. ഒരു ബോക്സ് വരക്കാം. ഒറ്റ നോട്ടത്തിൽ ആ ബോക്സ് വായിക്കുമ്പോ തന്നെ ലെവൽസ് ഓഫ് ലബോറട്ടറി എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോ ഏത് സൈസ് ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിനെ ഉൾക്കൊള്ളുന്നത് ഏതാണ്, തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അത്രയും എഴുതി ബോക്സ് വരച്ചോ എല്ലാവരും? ബോക്സ് വരച്ചോ? ഇനി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നമുക്ക് നേരത്തെ തന്നതുപോലെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സ്റ്റഡി ഓഫ് disease is called. Study of disease is called. Study of disease is called. ഉത്തരം മനസ്സിൽ വന്ന എല്ലാവരുടെയും
ഉത്തരം മനസ്സിൽ വന്നോ? യെസ്, ഓക്കെ. ഇപ്പൊ എഴുതണ്ട, നമുക്ക് ലാസ്റ്റ് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The study of fungi is called. 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 Then, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Whose duty എന്തുപറ്റി പറയുന്നത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. Whose duty രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The study of fungi is called. Study of fungi. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് whose duty is to controls and manage. Whose duty is to controls and manage all lab operations. Then next question. Which size of laboratory that receive sample of up to 101 to 400. 101 to 400. 101 to 400. 400 patients per day. Which size of laboratory that receive sample of up to 101 to 400 patients per day? ഒന്നുകൂടെ പറയണോ? Which size of laboratory that receive sample of 101 to 400 patient per day? ഏത് സൈസ് ലബോറട്ടറിയിലാണ് 101 തുടങ്ങി 400 പേഷ്യൻസിന് വരെ ഒരു ദിവസത്തിൽ നോക്കുന്നത്? ഏത് സൈസിലാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാ. The study of parasite is called. Study of parasite is called. എളുപ്പമല്ലേ? ആൻസർ ഇപ്പൊ തന്നെ എല്ലാവർക്കും കിട്ടിക്കാണും. Next question. Write the name of diseases. Write the name of diseases caused by
hormonal changes. Write the name of diseases caused by hormonal changes. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഹോർമോണൽ ചേഞ്ചസ് മൂലം വരാവുന്ന അസുഖങ്ങളുടെ പേര്. ഒരു അസുഖമോ ഒരു ഡിസീസോ 2 ഡിസീസോ നിങ്ങൾക്ക് അറിയാവുന്ന ഡിസീസ് ഒക്കെ എഴുതിക്കോളും. കാരണം നമുക്കൊരു ഹോർമോണലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ചു നോക്കാം, എന്നതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. അറിയാൻ പാടില്ലെങ്കിൽ വിട്ടേക്കോ, എഴുതണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്ത് എഴുതാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ, ആൻസറുകൾ എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. PDF നോക്കി ആരും എഴുതരുതും, നമുക്ക് അറിയാവുന്ന പോലെ മാത്രം എഴുതിയാൽ മതി കേട്ടോ. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, അല്ലെങ്കിൽ എഴുതണ്ട, പ്രശ്നമില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം എല്ലാവരും, എന്നിട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം, ആൻസർ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം ആൻസർ എഴുതുന്നതിനോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു പോവാൻ നോക്കാം കേട്ടോ. നമ്മൾ അത്രയും ഭാഗം പോർഷൻസ് കവർ ചെയ്യുമല്ലോ അങ്ങോട്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ആ സ്റ്റഡീസ് ഓഫ് ഓരോ ഡിസീസസിന്റെ നോട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നായിരുന്നോ? നമ്മൾ എഴുതിയില്ലേ? എല്ലാത്തിന്റെയും ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ആർക്കെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഞാൻ ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഇനി ആ ക്ലാസ് മിസ്സായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ക്ലാസ് ഒക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സ് പരസ്പരം ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ ആൻസർ എഴുതി എല്ലാവരും? ആൻസർ വായിക്കാം. എഴുതിയ ആൻസർ എഴുതിക്കൊണ്ടിരിക്കണോ? കഴിഞ്ഞോ? ഓക്കെ, വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് കോൾഡ്. എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. പാത്തോളജി. എല്ലാവരും എഴുതി കാണും. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ആൻസർ എഴുതാ, പാത്തോളജി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ഫംഗി ഈസ് കോൾഡ്. എന്തായിരുന്നു? മൈക്കോളജി അല്ലെ? മൈക്കോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, whose duty is to control and manage all lab operations. ലാബ് ഓപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലാബ് ഡയറക്ടർ ഓർ ലാബ് മാനേജർ. ലാബ് മാനേജർ ആണോ ലാബ് ഡയറക്ടർ തന്നെയല്ലേ നമ്മള്? ലാബ് മാനേജർ അല്ലെങ്കിൽ ലാബ് ഡയറക്ടർ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which size of laboratory receives sample to 101 to 400? മീഡിയം സൈസ്ഡ്.
നമ്മൾ എഴുതിയ ഫസ്റ്റ് ബോക്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ ബോക്സ് തറവായിട്ട് തന്നെ പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻ വരാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. ദ സ്റ്റഡി ഓഫ് പാരാസൈറ്റ് ഇസ് കോൾഡ്. പാരാസൈറ്റോളജി എളുപ്പമാണല്ലോ അത് അല്ലെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹോർമോണൽ ചേഞ്ച് മൂലം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് എക്സാമ്പിള്? എന്തൊക്കെ എഴുതി നിങ്ങളാ? തൈറോയിഡ് ഉണ്ട്. ഓക്കെ, എല്ലാവരും തൈറോയിഡ് തന്നെയാണോ? ഡയബറ്റീസ് പറയാം. ദെൻ ഹോർമോണൽ ചേഞ്ചസ് മൂലം വരുന്നത് തൈറോയിഡും ഡയബറ്റീസും മാത്രമുള്ളോ? ഫീമെയിൽസിൽ കാണുന്ന എന്തൊക്കെയാണ്? ഫീമെയിൽസിൽ ഡിപ്രഷൻ. ഡിപ്രഷൻ ഹോർമോണൽ ചേഞ്ചസിന്റെ വരാം, കുഴപ്പമില്ല. ഓക്കെ, ദെൻ PCOD, PCOS, തൈറോയിഡ്. മെയിൻ ആയിട്ട് PCOD, PCOS, അതുപോലെ തൈറോയിഡ്, ഡയബറ്റിക്സ്, ദെൻ പ്രഗ്നൻസി ഡിസീസസ് ഒക്കെ വരില്ലേ? പ്രഗ്നൻസി ഡിസീസസ് മീൻസ് പ്രഗ്നൻസി ആവാനായിട്ട് വൈകുന്നതും ലേറ്റ് ആവുന്നതും അങ്ങനെയുള്ള കുറച്ച് ഡിസീസസ് കാര്യങ്ങൾ കേട്ടോ. മെയിൻ ആയിട്ട് അപ്പൊ 1-2 ഡിസീസസ് ഒന്ന് ഹോർമോണൽ ചേഞ്ചസിന്റെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഏതെങ്കിലും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 1-2 എണ്ണം നോക്കി വെക്കാൻ പറഞ്ഞതേ നമ്മൾക്ക് ചിലപ്പോ എക്സാമിന് ചോദിക്കുമ്പോ അത് തന്നെയാണോ ഓപ്ഷനിലുള്ളതെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 ചാപ്റ്റർ ലാസ്റ്റ് എടുത്ത ആ ഒരു 2 ചാപ്റ്റർ കുറച്ച് സ്പീഡപ്പ് ആയതുകൊണ്ടൊക്കെ അതിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോ നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ ഒരു 6 ക്വസ്റ്റ്യൻ എഴുതി, അതുപോലെ തന്നെ ലബോറട്ടറിയിൽ ഒരു 6 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ, അതൊന്ന് പഠിക്കുക കേട്ടോ. ഇപ്പൊ നമ്മള് ബോക്സിൽ എഴുതിയേക്കുന്നതും അതുപോലെ തന്നെ ഫുൾ ഫോം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്ററുകൾ ഏകദേശം തീർന്നിട്ടുണ്ട് അല്ലേ. നാളത്തെ ഒരു റൂട്ട് വേർഡ്സ് ആണോ ഇനി മീൻസ് തീർക്കാനായിട്ടുള്ളത്? ഇനി ശരണ്യ മാമിന്റെ ആണോ? റൂട്ട് വേർഡ്സ് ആണോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. അതെ, റൂട്ട് വേർഡ്സിന് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ ഇനി അതിന്റെ ബാലൻസ് ആണോ എടുക്കാനുള്ളത്? ഇല്ല, റൂട്ട് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, റൂട്ട് വേർഡ്സ് നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി കഴിയും. ബാക്കി അബ്രിവേഷൻസും സഫിക്സും പ്രിഫിക്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂള് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. മാഡം ഈ ലാസ്റ്റ് പറഞ്ഞ റൈറ്റ് കീമോ ഡിസീസ് കോസ്ഡ് ബൈ ഹോർമോൺ അതില് അക്രോമെഗലി വരില്ലേ? വരും. നമുക്ക് ഏകദേശം ജസ്റ്റ് ഇത് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു എന്നുള്ളൂ. കാരണം ഈ നമ്മളൊരു ഇതിൽ ആ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നുണ്ടല്ലോ ഈ നമ്മളെ ഹോർമോണൽ ചേഞ്ചസിന്റെ കാര്യം. ചോദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. മേ ബി ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ്. ക്ലിയർ ആയില്ല, എന്തായിരുന്നു? 6 ക്വസ്റ്റ്യൻ തന്നതിൽ 1 തെറ്റിപ്പോയി മാഡം. 3ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായി. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്വയം ഒന്ന് എഴുതി നോക്കാം. നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സ്വയം എഴുതുകയാണെങ്കിൽ നമ്മളത് ഒരിക്കലും മറക്കില്ല. നമ്മളിപ്പോ നിങ്ങളുടെ കയ്യിൽ എനിക്കറിയാം, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ PDF ഉണ്ടാകും. ഇപ്പൊ ഞാനിപ്പോ തന്ന ക്വസ്റ്റ്യൻസ് അതിൽ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് സ്വയം നമ്മുടെ ഒരു മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതുമ്പോ അത് വേറൊരു ഇതാണ് അല്ലെ. അങ്ങനെയാണോ? നമ്മൾ അങ്ങനെ നോക്കി എഴുതുന്നതിനും നമ്മള് സ്വന്തമായിട്ട് ഇന്നതാണ് ആൻസർ നമ്മളൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോകില്ല. ഇല്ലേ? അങ്ങനെയാണോ എല്ലാവർക്കും? അതെ, ഓക്കെ. കുറച്ച് പേർക്കൊക്കെ അതേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ കുഴപ്പമില്ല. അപ്പൊ ഇനി നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ദെൻ ശേഷം നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി ലീവ് ഉണ്ടാകും, പഠിക്കാനായിട്ടുള്ള സമയമാണ്. അപ്പൊ അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഓക്കെ. താങ്ക് യു ഓൾ. Thank you, madam. Thank you, ma'am. Thank you, ma'am.
താങ്ക് യു മാഡം. താങ്ക് യു മിസ്.